അവസാനിപ്പിക്കുന്നതിന് പത്തിന് സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലുകൾക്കും $2 ലക്ഷം വീതം ഫീസ് ഈടാക്കുമെന്നും നിർദ്ദേശത്തിൽ ഇറാൻ പറയുന്നുണ്ട്. ലബനനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കരുതെന്നും ഇറാൻ എതിരായ ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. അഞ്ജന, തീർച്ചയായും വളരെ ശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ട്രംപിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ചൊവ്വാഴ്ച 12 മണിക്കുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നൊരു നിലപാട് തന്നെയാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും എല്ലാം തകർക്കുകയും ചെയ്യുമെന്ന കൃത്യമായ നിലപാടും അറിയിക്കുന്നുണ്ട്. ഇറാനിലെ അന്ത്യശാസനം അതായത് സാങ്കേതികമായി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത്. എന്നാൽ സമാധാന ധാരണയ്ക്കുള്ള അവസരം തുറന്നു തന്നെ കിടക്കുകയാണ്. അത്തരത്തിൽ സമാധാന ധാരണയ്ക്കുള്ള എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചാപരമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെന്നും അക്കാര്യം കൃത്യമായി മധ്യസ്ഥം വഹിക്കുന്ന 3 പേരെയും, അതായത് സാങ്കേതികമായ മധ്യസ്ഥരാണെന്ന് പറയുന്ന സ്റ്റീവ് വിറ്റ്കോഫിനെയും ജെഡ് കഷ്ണറെയും അതുപോലെ തന്നെ JD വാൻസും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശം തള്ളിയ ഇറാൻ ഒരു പുതിയ 10 സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് ചില വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. അതിൽ ഏറ്റവും നിർണായകമായത് $2 മില്യൺ ഒരു ഷിപ്പ് ഫീ, അതായത് $2 ദശലക്ഷം ഓരോ കപ്പലും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഫീസായി നൽകണം. ആ ഫീസ് ഇറാൻ ഒമാനുമായി പങ്കുവെക്കുകയും ആ ഒമാനുമായി പങ്കുവെച്ച പണം ഉപയോഗിച്ച് ഇറാന്റെ പുനർനിർമ്മാണം നടത്തുകയും ചെയ്യുമെന്നൊരു നിലപാടാണ് പ്രധാനമായും അതിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നേക്കുമായി ശാശ്വതമായി ആക്രമണം അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ഉപരോധങ്ങളിൽ കാലങ്ങളായി ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങൾ നിലനിർത്തുന്നുണ്ട് അമേരിക്ക. ചൈന മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചെയ്യുന്നത്. ആ ഉപരോധങ്ങൾ മുഴുവനും ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ യുദ്ധം ഇപ്പോഴുള്ള ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉൾപ്പെടെയുള്ള ആക്രമണം, അതായത് നമുക്കറിയാവുന്നതാണ് ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിശക്തമായ നീക്കം ഇസ്രായേൽ നടത്തുന്നത്. ആ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഉൾപ്പെടെ നിർത്തിവെക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇറാൻ. അതുപോലെ തന്നെ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം വീണ്ടും സുരക്ഷിതമാക്കണം, അതുപോലെ തന്നെ തുടർന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഒഴിവാക്കണം എന്ന ഒരു ആവശ്യവും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയാവുന്നതാണ്, പാകിസ്ഥാൻ വഴി തന്നെയാണ് ഈ കാര്യങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് എത്ര കണ്ട് പ്രായോഗികമായി നടപ്പാക്കുമെന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു അഴഞ്ഞ നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനെ മധ്യസ്ഥത്തിന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ അതേ രാജ്യം തന്നെ രാജ്യത്ത് വഴി തന്നെ ഇത്തരത്തിലുള്ള മധ്യസ്ഥ നിർദ്ദേശം അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും സമർപ്പിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും നിർണായകമായ ഒരു നീക്കമായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്നത്. ശരി.